അടിതുള്ളി മൂലാധാരം തുള്ളി മുച്ചത്തുരുത്തുള്ളി അടിവേർത്തു മുടിവേർത്തു തുകിലഴിഞ്ഞു മനമുരുകി എൻ വശമായി നിൽക്ക സ്വാഹ. പെണ്ണ് ചത്തിട്ട് എത്ര നാളായി? ഇന്ന് 7-ാം ദിവസം. മൂന്നിന്റെ അന്ന് ആത്മാവ് ബാധയായി. പുതിയാട്ടു ഭഗവതിയുടെ ബന്ധമുണ്ട്. രക്തേശ്വരിയെയും ചുടലഭദ്രകാളിയെയും വെച്ച് പിടിക്കണം. ചിലവുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഓം മണ്ണടങ്ങി മനമടങ്ങി നാവടങ്ങി പടയൊടുങ്ങി അടക്കിയിരിക്ക സ്വാഹ. എൻ ഗുരുവിനാണ്. വേണ്ടായിരുന്നു. കുടിയാഴ്ച ദിവസം ചകോരത്തെ പിടിക്കുക എന്നുവെച്ചാൽ ഉപ്പന് പിടിച്ചിട്ട് ഇരുമ്പ് തട്ടാതെ കൊന്ന് ചോര പോകാതെ തൂവൽ കളഞ്ഞ് അതിന്റെ നാക്കെടുത്ത് ചെറുതേനും കൂട്ടി അരച്ച് പൊട്ടുതൊടുക. പിന്നാലെ പോന്നോളും. പുറങ്കാലിനടിച്ചാലും പോവില്ല.
നീ പേടിക്കണ്ട, ഇനി അവൾ വരില്ല. ബന്ധിച്ചിട്ടുണ്ട്. ആത്മാവ് അഗ്നിയിൽ ചുട്ടുനീറും. ഇനി നീ പോയിട്ട് 7ാമത്തെ ദിവസം വരിക. അതായത് അവൾ ചത്തിട്ട് 14ാമത്തെ ദിവസം. പറയടാ, മായാ മോഹൻദാസ് എന്ന പെൺകുട്ടി സ്കൂൾ വിട്ട ശേഷം കാഞ്ഞാണി ജംഗ്ഷനിൽ ബസ്സിറങ്ങി ഒരു പോക്കറ്റ് റോഡിലൂടെയാണ് സ്ഥിരമായി വീട്ടിലേക്ക് പോകുന്നതെന്ന് നീ കണ്ടുവച്ചു അല്ലേ? അതെ. നീ എന്തും പിന്നാലെ പോകുമായിരുന്നോ? ഓ സാറ്. നീ പിന്നാലെ ചെന്നത് ആ കുട്ടി കാണാറില്ലേ? അവള് കാണാതെ ഞാൻ ചെല്ലാറ്. ഓ, നീ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയതുകൊണ്ട് പണിക്കൊന്നും പോകണ്ടല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം നീ ആ പെണ്ണിന്റെ പിന്നാലെ ചെല്ലാറുണ്ടെന്ന് കാഞ്ഞാണി കവലയിലെ 3-4 പേരുടെ മൊഴി അനുസരിച്ചാണ് നിന്നെ ഞാൻ പൊക്കിയത്. ഇനി പറ, സംഭവ ദിവസം, അതായത് ഡിസംബർ 12-ാം തീയതി ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് കാഞ്ഞാണി കവലയിൽ ബസ്സിറങ്ങിയ മായാ മോഹൻദാസ് എന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? അന്ന് ഞാൻ ആ വഴി പോയിട്ടില്ല സാറേ. പന്ന കഴിവണ മോനെ, എല്ലാ ദിവസവും എസ്കോട്ട് പോയ നീ അന്ന് മാത്രമേ ലീവ് എടുത്തതിനടാ. പുത്തമ്പീടികയില് ഒരു പാർട്ടിയെ സ്ഥലം കാണിക്കാൻ കൊണ്ടുവരുന്നു. എന്നാ പാർട്ടിയുടെ പേരും അഡ്രസ്സും പറയും. KV ലോനപ്പൻ, കളരിക്കൽ ഹൗസ്, ഞാറക്കൽ PO. ഈ ചെരുപ്പ് നിന്റേതാണല്ലേ? അതെ. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അയ്യോ എന്റെ സാറേ, തലേ ദിവസം പൊട്ടിപ്പോയതാ. മിസ്റ്റർ വിനേന്ദ്രൻ, മായാ മോഹൻദാസ് എന്ന പെൺകുട്ടി പീഡനത്തിനിരെ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് കുറച്ചുപേരെ പൊക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട 2 പിള്ളേരെയും പൊക്കിയിട്ടുണ്ട്. പോലീസ് നിരപരാധികളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ഒരു 4 കോളം ബോക്സ് വാർത്ത കൊടുക്കണം. പിന്നെ മെയിൻ സ്റ്റോറി +2 വിദ്യാർത്ഥിനിയുടെ മരണം ദാരുണം, പീഡനം അതിക്രൂരമെന്നായിരിക്കണം. ബോഡിയുടെ ഫോട്ടോകൾ കിട്ടിയിട്ടില്ലേ? ന്യൂഡ്. ഓ സാർ. തുടയിലും മുലയിലും ചോരയൊക്കെ പറ്റി മലർന്നു കിടക്കുന്ന ഈ ഫോട്ടോ കൊടുത്താൽ മതി. ഹോ, ഇവളാളൊരു ചരക്കാണട്ടാ. ചത്തില്ലായിരുന്നെങ്കിൽ 10-400 പേര് കയറിയിറങ്ങുന്ന ബോഡിയാ. കറങ്ങി തിരിഞ്ഞ് നമ്മളടുത്ത് തന്നെ വന്നേനെ. ആ പിന്നെ എഡിറ്റോറിയലിന്റെ സബ്ജക്ട് കേരളത്തിൽ കാമവെറിയന്മാരുടെ എണ്ണം കൂടുന്നു, ബോധവൽക്കരണം അനിവാര്യം. ഇതായിക്കോട്ടെ. ഈ ബോധവൽക്കരണത്തിന് നമുക്കെന്തെങ്കിലും ഓപ്ഷൻ വെക്കാനുണ്ടോ? കേരളത്തിൽ ചുവന്ന തെരുവുകളുടെ ആവശ്യകത അതിപ്പോ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അത് അനധികൃതം. സർക്കാർ ലൈസൻസുള്ള വേശ്യാലയങ്ങൾ കേരളത്തിൽ വരണം. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക KS മിനിക്കുട്ടി പറഞ്ഞത് ഉദ്ധരിക്കണം. ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വ്യഭിചാരമെന്ന് വിളിക്കുന്നവന്റെ മനസ്സിലാണ് വ്യഭിചാരം. ആ പിന്നെ പാറത്തോട് ജമീല, പെരുമ്പളം റോസി തുടങ്ങിയ വനിതാ വിമോചക നേതാക്കളെയും ഇന്റർവ്യൂ ചെയ്യണം. പീഡനത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം എന്താണെന്ന് എഴുതണം. ഷുവർ സാർ. ഹായ് ആരതി, കാണാം. ഇന്ന് തന്നെ കാണാം. എന്നിട്ടെന്താ? ആഹാ, നീ തമാശ പറയാനൊക്കെ പഠിച്ചു അല്ലേ? നീ എന്ത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? ഡെനിം സ്കേർട്ട്, പാൻറ്റീസിന്റെ കളർ എന്ത്? പിങ്ക്.
സുനിൽ സെബാസ്റ്റ്യൻ, പ്യൂൺ, മൊബൈൽ ക്യാമറമാൻ. +2 വിദ്യാർത്ഥിനി മായ മോഹൻദാസിന്റെ ചിത്രം നീ മൊബൈലിൽ പകർത്തി ആ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മായയുടെ കൂട്ടുകാരി സെറീന മൊഴി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ ടോയ്ലറ്റിൽ മൊബൈൽ ഒളിപ്പിച്ചു വെച്ച് മായ മോഹൻദാസിന്റെ എന്നതാ നീ ഷൂട്ട് ചെയ്തത്? അവള് മൂത്രമൊഴിക്കുന്ന ദൃശ്യം. ദേ, ഇതാ ദൃശ്യം. ഓ ഇവളൊരു ഉരുപ്പിടിയാണ്ടാ. എന്റെ അമ്മോ, ഒടുക്കത്തെ ഷേപ്പ്. ഓ നീ എന്നിട്ട് ഇതും വെച്ച് അവളെ ബ്ലാക്ക് മെയിലാൻ ശ്രമിച്ചു. അവൾ എന്നാ പറഞ്ഞു? അവള് മൂത്രമൊഴിക്കുന്ന അത്ര വലിയ കാര്യമാണെങ്കിൽ നീ എല്ലാരും കൊണ്ടാണ് കാണിക്കണ പട്ടിന്ന് പറഞ്ഞു. അവൾ ഇന്നലെയും വന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടാ. പക്ഷേ തൽക്കാലത്തേക്ക് അവളെ ബന്ധിച്ചു എന്നാണല്ലോ സ്വാമി പറഞ്ഞത്. ചുറ്റും അവളൊരു മൃഗത്തെ പോലെ നടക്കുക. അപ്പോൾ ചോരയുടെ ഒരുതരം മണം വരും. ചത്തിട്ട് 3 പക്കം ആത്മാവ് ബാധയായി. അവളെന്തോ ഭഗവതിയെ തിരുമുത്ര. പക്ഷേ 14 പക്കം സ്വാമി ഉച്ചാടനം ചെയ്ത് അവളെ തീർക്കുമെന്ന് പറഞ്ഞു. പതിനാലാം പക്കം വരാനല്ലേ പറഞ്ഞത്? എനിക്ക് പേടിയാവുന്നു. അവൾ പിന്നെയും വന്നു. വ്രതം മുറിച്ചുവല്ലേ? മദ്യം, മാംസം, മൈഥുനം. എനിക്ക് പറ്റില്ല സ്വാമി. രക്ഷസുകൾക്ക് ഇതില്ലാതെ പറ്റില്ല. മാംസം, പിന്നെ മദ്യം, രക്തം, ആഹരിക്കൽ, മൈഥുനവുമാണ്. എന്നെ രക്ഷിക്കണം സ്വാമി. പോയിട്ട് 14 പക്കം വാ. എന്റെ അമ്മച്ചേ, പാർട്ടിയെ സ്ഥലം കാണിക്കാൻ കൊണ്ടത് ഡിസംബർ 12 അല്ലല്ല, അതിന്റെ പിറ്റേന്നാ. അപ്പോ നീ സംഭവ ദിവസം മായ മോഹൻദാസിനെ പിന്തുടർന്നു ചെന്നു. തെളിച്ചു പറയടാ. മായ ബസ് ഇറങ്ങി ഇടവഴിയിലൂടെ നടന്നു. അപ്പോൾ ഇടവഴി പതിപോലെ വിജനമായിരുന്നു. ഇടവഴിയുടെ ഇരുവശവും ഇരുട്ടുമൂടിയ റബ്ബർ തോട്ടം. ബാക്കി പറട. അവളെ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചു. നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ വാ പൊത്തി. എന്നിട്ട് വാ പൊത്തി അവളെ കയ്യാലയിലൂടെ വലിച്ചിഴച്ച് പുല്ലാനിക്കാടിന്റെ മറവിലെത്തിച്ചു. ചുരിദാറിന്റെ പാന്റ് ഊരിയെടുത്ത് അവളുടെ വായ മൂടിക്കെട്ടി. അപ്പോൾ അവൾ കൈകൊണ്ട് മാന്തി. പട്ടി. എന്നിട്ട് അവൾ കൈകൾ കൊണ്ട് മാന്തുകയും അടിക്കുകയും ചെയ്തപ്പോ അവളുടെ അടിവസ്ത്രം ഊരിയെടുത്ത് അവളുടെ കൈകൾ പിന്നിലേക്കാക്കി കെട്ടി. എന്നിട്ട് അവനത് ചെയ്തു. ആര്? നീയല്ലേ അത് ചെയ്തത്? അവനാണത് ചെയ്തെങ്കിലും ഞാൻ ചെയ്ത പോലെ തോന്നുന്നു. പരമനാറി ആരടാ?